മദ്യപിച്ചെത്തി ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്ത 10ാം ക്ലാസ്സുകാരനായ ബന്ധുവിനെ മാസങ്ങൾക്ക് ശേഷം കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തുകയും അപകടമരണമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് പ്രതിയായ പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനെ കുരുക്കിയത് CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളായിരുന്നു. പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപയുടെയും മകനായ ആദിശേഖറാണ് കൊല്ലപ്പെട്ടത്. 15 വയസ്സായിരുന്നു ആദിശേഖറിനുണ്ടായിരുന്നത്. 2023 ഓഗസ്റ്റ് 30-നാണ് ആദിശേഖർ കാറിടിച്ച് കൊല്ലപ്പെടുന്നത്. ആദിശേഖർ കൂട്ടുകാർക്കൊപ്പം പുളിങ്കോട് ക്ഷേത്ര ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞ് ബോൾ ഷെഡിൽ സൂക്ഷിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു സംഭവം നടക്കുന്നത്. കാർ കയറ്റി കൊലപ്പെടുത്തുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യം പുളിങ്കോട് ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ നിന്നാണ് ലഭിച്ചത്. മാമ, ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശരിയാണോ എന്ന ആദിശേഖറിന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിൽ നിന്നുണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. കൂടെ ഉണ്ടായിരുന്ന കുട്ടിയിൽ നിന്നും ആദിശേഖർ സ്വന്തം സൈക്കിൾ വാങ്ങി കയറാൻ തുടങ്ങിയതിനിടെ പിന്നാലെ വേഗത കുറച്ചു വന്ന ഇലക്ട്രിക് കാർ വേഗത കൂട്ടി കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം കടന്നു പോവുകയായിരുന്നു. പ്രതി പ്രിയരഞ്ജൻ സ്ഥിരം മദ്യപാനിയാണെന്നും സംഭവ സമയത്തും മദ്യപിച്ചിരുന്നതായും മുൻകൂട്ടി പദ്ധതിയിട്ട കൊലയാണെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ആദിശേഖറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാർ സംശയം ഉന്നയിച്ചതോടെയാണ് അപകടമരണമായി ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് നരഹത്യയായി പരിഗണിച്ചത്. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രിയരഞ്ജനെ കുഴിത്തുറയിൽ നിന്നാണ് പിടികൂടിയത്. ഒടുവിൽ നാടിനെ ഞെട്ടിച്ച കൊലക്കേസിൽ പ്രതി പ്രിയരഞ്ജൻ കുറ്റക്കാരനാണെന്നും കോടതി കണ്ടെത്തി. പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും കോടതി വിധിച്ചു. തെളിവായത് CCTV ദൃശ്യങ്ങളുമായിരുന്നു. കാട്ടാക്കടയിൽ 10ാം ക്ലാസ്സുകാരനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായത് CCTV ദൃശ്യം മാത്രമായിരുന്നു. പൂവച്ചൽ പുളിങ്കോട് അരുണോദയത്തിൽ അധ്യാപകനായ അരുൺകുമാറിന്റെയും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥയായ ഷീബയുടെയും മകനായിരുന്നു ആദിശേഖർ. കാട്ടാക്കട ചിന്മയ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. 2023 ഓഗസ്റ്റ് 30 വൈകിട്ട് 5:30 പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിന് മുന്നിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത്. പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിന് മുമ്പിലായിരുന്നു ആദിശേഖർ കൊല്ലപ്പെട്ടത്. കാർ ഇടിച്ചുണ്ടായ അപകടമരണം എന്ന രീതിയിലായിരുന്നു ആദ്യം പോലീസ് കേസെടുത്തിരുന്നത്. കാർ ഓടിച്ചിരുന്ന പ്രതി പ്രിയരഞ്ജനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സംഭവത്തിന്റെ വ്യക്തമായ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് വഴിത്തിരിവായി. പ്രതി മനഃപൂർവ്വം കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്നും ഇതോടെ വ്യക്തമായി. തുടർന്ന് പ്രതിക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. പ്രിയരഞ്ജൻ കുട്ടിയെ മനഃപൂർവ്വം കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്ന സംശയം ഇതോടെ ബലപ്പെടുകയും കുടുംബം പരാതി നൽകുകയുമായിരുന്നു. പ്രതിയായ പ്രിയരഞ്ജൻ ആദിശേഖറിന്റെ അകന്ന ബന്ധു കൂടിയാണ്. നേരത്തെ പ്രിയരഞ്ജനും ആദിശേഖറും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിനുള്ള കാരണമായതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മനഃപൂർവ്വം കാർ ഇടിപ്പിച്ചതല്ലെന്നും കാർ നിയന്ത്രണം വിട്ടാണ് സൈക്കിളിൽ ഇടിച്ചതെന്നുമായിരുന്നു തെളിവെടുപ്പിനിടെ പ്രതിയുടെ ആദ്യ മൊഴി. ദുബായിൽ ടാറ്റു സെന്റർ നടത്തുന്നയാളാണ് പ്രതി പ്രിയരഞ്ജൻ. അതിനിടെ പ്രതിയുടെ ഭാര്യ തങ്ങളെയും കുടുംബത്തെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുന്നതായി ആരോപിച്ച് ആദിശേഖറിന്റെ കുടുംബം രംഗത്തെത്തുകയും ചെയ്തിരുന്നു.